യെസ്, എല്ലാ മാന്യ സൂര്യ മ്യൂസിക് പ്രേക്ഷകർക്കും നമസ്തേ കേരളത്തിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള കുറെ മലയാളികൾ ഗുഡ് ഫ്രൈഡേ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. ദുഃഖ വെള്ളിയായിട്ട് എല്ലാവരും ചേർച്ചിലൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഈസ്റ്റർ അവന് 2 ദിവസമേ ഉള്ളൂ. ആ ഒരു കഠിനമായിട്ടുള്ള ആ ഒരു എന്താ പറയാ റിച്വൽസും കാര്യങ്ങളും അതേപോലെ തന്നെ മറ്റേ വ്രതമൊക്കെ എടുത്തിട്ടുള്ള ഒരു സമയമാണല്ലേ. അപ്പൊ എല്ലാരും അതൊക്കെ പാലിച്ചുകൊണ്ട് ഈ സൺഡേ വീണ്ടും ബാക്ക് ടു ആ ഒരു സെലിബ്രേഷനിലേക്ക് വരാൻ പോവാണ്. അപ്പം വീടുകളിലെ ആഘോഷങ്ങളായിരിക്കും. ഈ വീക്കെൻഡിൽ എല്ലാവരും ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാരും ഗെറ്റ് ടുഗദർ ചെയ്യുന്ന ഒരു സമയമായിരിക്കും. കുറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഒരു ആഘോഷമാക്കുന്ന ഒരു സമയമാണ് സത്യം പറയുക ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്റെ തന്നെ കേരളത്തിന്റെ പുറത്തുള്ള കുറെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിൽ വരുന്ന ഒരു സമയമാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ. അടുപ്പിച്ച് 3 ദിവസം ലീവ് കിട്ടും കൂടി ചെയ്യല്ലേ. വെള്ളി, ശനി, ഞായർ ഈസ്റ്ററും ആണ്. അപ്പൊ എല്ലാവരും അത് മാത്രമല്ല ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ ഇപ്പൊ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഈ അടുത്ത ഒരു വ്രതം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷു അല്ലെ, ഫെസ്റ്റിവൽ സീസൺ പോലെയാണ്. എല്ലാവരും ഒരു ഗെറ്റ് ടുഗദറിനും അതുപോലെ ഇപ്പൊ വെക്കേഷനും ആയത് കാരണം എല്ലാവരും വീട്ടിലുണ്ടാവും. എല്ലാവർക്കും റിലേറ്റീവ്സിനെ കാണാനും ഫ്രണ്ട്സിനെ കാണാനും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടും ഉള്ള ഒരു ടൈമാണ്. അപ്പൊ ഈ സമയത്ത് അവർ മിസ് ചെയ്യാതെ അവരൊക്കെ കാണാം. കാരണം ഈ ഫെസ്റ്റിവൽസ് ആവണം ഇപ്പൊ നമുക്കൊന്ന് ഗെറ്റ് ടുഗദർ ചെയ്യാൻ വേണ്ടി ഒരു കാരണം വേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം എന്തായാലും ഈസ്റ്റർ അതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെലിബ്രേഷനും കൂടിയാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഇപ്പൊ സൺഡേ നമ്മുടെ ഷോയിൽ അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയാണ് അഡ്വാൻസ്ഡ് ഈസ്റ്റർ വിഷസ്. അപ്പം ഇപ്പൊ നമുക്ക് എന്തായാലും കുറെ സെറ്റ് ഓഫ് വിഷസ് ഉണ്ടല്ലേ, അടിപൊളി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് വിഷസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് പാട്ട് കാണാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തായാലും അത് കണ്ടിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ അടിപൊളി ആയിട്ടുള്ള ഒരു പാട്ട്, അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടല്ല, ഭയങ്കര കാർട്ടൂൺ ആ ഒരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഏത് സിനിമയിലെ പാട്ടാണ്? ആൽബമാണ്. ഓക്കെ, നല്ലൊരു ആൽബം അല്ലേ. അപ്പൊ കുറെ ആൽബത്തിന്റെ കാലമാണല്ലോ, ഇഷ്ടം പോലെ ആൽബം ഇറങ്ങി ഭയങ്കര ഹിറ്റ് ആവുന്നു. ഇത് സിനിമയിലാണോ അത് ആൽബത്തിലാണോ? അതുപോലെയാണ് നമ്മുടെ ആൽബം അല്ലെ. ഇപ്പൊ ഭയങ്കര നല്ല രീതിയിൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സമയമാണ്. അപ്പം എന്തായാലും എല്ലാരും പോയിട്ട് കാണാം. നമ്മുടെ ആൽബം ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പ്ലേ ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും അതുപോലെ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും സൂര്യ മ്യൂസിക്കിലും സൂര്യ ടിവിയിലും എല്ലായിടത്തും നമ്മുടെ പാട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇപ്പൊ മറ്റുള്ള പാട്ടുകൾക്ക് കൂടുന്നത് സ്വീകാര്യത നമ്മുടെ പാട്ടിന് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പൊ ഒരു കോളർ ഉണ്ട് അല്ലേ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓയോ, ഞാൻ കൃഷ്ണേന്ദു കൃഷ്ണേന്ദു ആയിരുന്നോ? ഇപ്പൊ ആരാണപ്പോ? കൃഷ്ണേന്ദു നേരത്തെ കോൾ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു കൃഷ്ണേന്ദു എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. നമ്മളെ കുറച്ചു മുന്നേ സ്ഥിരമായിട്ട് വിളിക്കാറുള്ളത് കൃഷ്ണേന്ദു അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് 7th വരെ മിക്സഡ് ആണ്. 7th വരെ ബോയ്സ് ഉണ്ടാവുള്ളൂ. 7th കഴിഞ്ഞ ബോയ്സ് ഇല്ല. അപ്പൊ അവർക്ക് ഒരു വലിയ സെറ്റ് ഓഫ് ഒക്കെ നമ്മൾ 7th കൊടുക്കുമായിരുന്നു. എനിക്ക് അതാ ഓർമ്മ വരുന്നത്. അപ്പം അത് കൊള്ളാം. അപ്പം അങ്ങനെ എന്തായാലും 8th ആകാൻ പോവാണ് അല്ലെ. 8th സ്റ്റാൻഡേർഡ് ഹയർ സെക്കൻഡറിയിലേക്ക് കണക്കാണ്. പേടിയുണ്ടോ? വീട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കണം, ഇനി പഠിക്കണം, ഇനിയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അത്ര ഒരു ഡിഫറൻസ് ഒന്നും ഇല്ലട്ടോ. നമ്മള് 10 ആവുമ്പോഴേ ഇനിയും കൂടുതല് ഇതിലും കൂടുതല്. സത്യം പറഞ്ഞാൽ 10 ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ലൈഫിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഒക്കെ നല്ല എൻജോയ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കും കേട്ടോ. അതായത് പുതിയ സ്കൂളിലോട്ട് പോകുമ്പോ നല്ല അവിടെ നല്ല സെറ്റ് ഓഫ് ഫ്രണ്ട്സിനൊക്കെ കിട്ടട്ടെ കേട്ടോ. അതെ, ശരി ഡാർലിംഗ്. ആർക്ക് വേണ്ടി ഡെഡിക്കേഷൻ? ടീച്ചേഴ്സിന് വേണ്ടി തന്നെയാണ്. ഓക്കെ. അപ്പം ടീച്ചേഴ്സിന് ഏത് സ്കൂൾ ടീച്ചേഴ്സ് ആയിരുന്നത്? സ്കൂളിന്റെ നെയിമാണോ? അതെ അതെ അതെ, പുതുപ്പള്ളി നോർത്ത് കായംകുളം. ഓ, കായംകുളത്തെ പുതുപ്പള്ളി നോർത്തിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ വക ഒരു അടിപൊളി പാട്ട് കേട്ടോ. ഓക്കെ ഓക്കെ ഡാർലിംഗ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. യെസ്, വെൽക്കം ബാക്ക് ടു നമസ്തേ കേരളം വിത്ത് മിസ് കൃതി ആൻഡ് ശ്രിയ. അങ്ങനെ നമ്മളെ അടുത്ത സെറ്റ് ഓഫ് വിഷസ് നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ. ആ കാണുമ്പോ ഒരു പ്രായം ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അറിയില്ല എത്രയായിട്ടെന്നുള്ളത്. ബട്ട് അപ്പൊ എന്തായാലും എല്ലാ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചവർക്കും വൺസ് അഗൈൻ ഒരു വിഷസ് അറിയിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ട് കാണാൻ ടൈം ആയിരിക്കാണ്. പാട്ടാണ് ദേ പോയി ദാ വന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങള് ദേ പോയി വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആരാന്ന് നോക്കിക്കളയാം. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്? ഗുഡ് മോർണിംഗ്, എന്റെ പേര് നിഖിൽ. ഹായ് നിഖിൽ. വിളിക്കുന്നത്? ഞാനിപ്പോ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. കോട്ടയത്ത് എന്ത് ചെയ്യാ നിഖിൽ? കോട്ടയത്ത് ഞാൻ കസിന്റെ വീട്ടിൽ വന്നേ. കസിന്റെ വീട്ടിൽ എന്ത് വെറുതെ ഇരിക്കുന്നോ?
ആ കത്തിന്റെ വീട്ടിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ ശരിക്കുമുള്ള ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്? ശരിക്കുള്ള ജീവിതത്തിൽ അത്ര നല്ലതൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാതെ തോന്നുന്നു. അതെന്താ അത്ര നല്ലതല്ലാത്ത തോന്നാൻ കാരണം? ഭയങ്കര ശോകം. എന്താണത് കാര്യം? എന്താണ്? ഞങ്ങൾ അറിയട്ടെ, ഞങ്ങൾ ഞങ്ങളോ രാവിലെ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒരാളെ കൂടി കൂട്ടാൻ പറ്റില്ല. എങ്ങനെയല്ല അങ്ങനെയല്ല, നമുക്ക് ജീവിത സങ്കടമൊക്കെ വരുമ്പോ ആരുടെങ്കിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഭാരം ഇവിടെ ഇറങ്ങും. സത്യം, ഒരു ഗുണം ഉണ്ടാവില്ല, പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതാണ് ഡിപ്രഷൻ. ഡിപ്രഷനൊക്കെ തമാശയായിട്ട് പറയരുത് കേട്ടോ. കാര്യമായിട്ട് ഡിപ്രഷൻ ഉണ്ടോ? കാര്യമായിട്ടാണ്. അല്ല, എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണോ? എന്തെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണോ? കോഴ്സും പരിപാടിയൊക്കെ തീർന്ന് ഇങ്ങനെ അടുത്തൊരു ജോലിക്ക് വേണ്ടിട്ട് അതൊക്കെ ഉണ്ടല്ലോ ലൈഫില് കുറേ നമ്മൾ പഠിച്ച എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറെ എക്സാംസ് തരും. നമ്മൾ അത് പാസ് ചെയ്യാനുള്ള ടൈമാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. അത് എല്ലാ ലൈഫിലുണ്ടാവും. ഞങ്ങളൊക്കെ ആ ഫേസിലൂടെ കടന്നു കഴിഞ്ഞിപ്പോ ഇങ്ങനെ മാറി ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, സത്യം പറയാൻ വിശ്വസിക്കൂലെന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും ലൈഫ്. സീരിയസ് ആയിട്ട് ലൈഫിൽ എന്ത് പ്രശ്നം ഇതിലും വലുത് ഞാൻ കണ്ടതാണ്. അതെ, ഇതിലും വലുത് ഞാൻ കണ്ടത്. ഐ എം ഷുവർ എന്തായാലും ഇങ്ങനത്തെ ഒരു ഫേസ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമോ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നും പറഞ്ഞിട്ട് നമ്മള് റോങ് ആയിട്ടുള്ള ഡെസിഷനിലേക്കോ അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ പിടിച്ചു നിർത്താം, ഹാപ്പി ആയിട്ടൊക്കെ നിർത്താം കേട്ടോ. ഇതിൽ പോയോ? ഓക്കെ, അല്ലാതെ പിന്നെ എന്താ ചെയ്യാൻ പറ്റും അല്ലെ? ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഇങ്ങനെ ഷോക്കായിട്ട് നമ്മൾ സംസാരിക്കരുത്. നമ്മളിങ്ങനെ ചാടി എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പല സമയങ്ങളിലും. പക്ഷെ എന്നാലും ഇങ്ങനെ എൻഗേജ് ചെയ്ത് നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചാലുണ്ടല്ലോ എന്നെങ്കിലേ ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്നേഹം മറ്റുള്ളവരുടെ കൺട്രോൾ, നമ്മുടെ മറ്റുള്ളവരിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. അത് അവര് നമ്മള് ലൈക് മറ്റുള്ളവരിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് എങ്ങനെയെങ്കിലും നമ്മളിലേക്ക് തിരിച്ചെത്ത്. ആരെന്ത് പണ്ടാരായിക്കോട്ടെ, എന്ത് തീരുമാനിക്കുന്ന നമ്മുടെ ജീവിതം രക്ഷപ്പെടും. കാര്യം പറയാട്ടോ. പാവം നിഖിൽ വിചാരിക്കുന്ന രാവിലെ തന്നെ ഇവരെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് അഡ്വൈസ് ആണോന്നല്ല, അങ്ങനെ വിചാരിക്കരുത്. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്, അത് അഡ്വൈസ് ആയിട്ട് എടുക്കുന്നത്. ഞങ്ങൾക്ക് അഡ്വൈസ് അറിയില്ല. നിഖിൽ പോയോ? ഇല്ല പോയി. നിഖിൽ പറയോ? അപ്പൊ നമ്മൾ ആർക്ക് വേണ്ട നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ടത്? നിങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ. ഇത്രയും പറഞ്ഞതല്ല, നിങ്ങൾക്ക് തന്നെ പാട്ടായിക്കോട്ടെ. ഒന്നുമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്റെ മനസ്സൊന്ന് മാറ്റി ശ്രമിച്ചെങ്കിലും ചെയ്തില്ലേ? കഷ്ടപ്പെട്ടില്ലല്ലോ ഞങ്ങള് രാവിലെ. താങ്ക് യു നിഖിൽ. അപ്പൊ ഇനി ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം, ഇതുപോലെ അല്ലാതെ അടിപൊളി നമുക്ക് വീണ്ടും സംസാരിക്കണം. ഇപ്പൊ ഞങ്ങൾ നിഖിലിന് വേണ്ടി നമ്മൾ പാട്ട് വെച്ചാൽ വേണ്ടി പോവാണ്. പിന്നെ സൊല്യൂഷൻ ഒക്കെ കിട്ടാനുള്ള ഒരു പാട്ട് നമ്മൾ ഇട്ട് തന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഫുൾ പവറിൽ തിരിച്ച് നമ്മൾ വേറെ എവിടെ പോവാനാണ്? ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സിയാനയാണ്. സിയാന, എവിടെന്നാ സിയാന വിളിക്കുന്നത്? പാലക്കാട്. പാലക്കാട്. വിശേഷം? നല്ല വിശേഷം. ആ ഒരു വിശേഷം അത്ര സുഖമില്ലല്ലോ. നല്ല വിശേഷം എന്ന് പറയുന്നത് ഒരു വിശേഷമില്ലല്ലോ. ഇല്ല, എന്ത് പറ്റി? എന്തെങ്കിലും സങ്കടത്തിൽ ഇരിക്കുകയാണോ? അല്ലെങ്കിൽ രാവിലെ എണീറ്റ് ഇഷ്ടപ്പെട്ട ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ ഉണ്ടാക്കി വെച്ചത് ഇഷ്ടപ്പെടാതെ ഒരു സങ്കടത്തിൽ ഇരിക്കുകയാണോ? അല്ല, എന്താണ് ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേര്, ഞാൻ നോർമലായിട്ട് പറയാട്ടെ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ വെക്കേഷൻ ആവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ നല്ല കാര്യമില്ലെന്നല്ല കേട്ടോ, നല്ല കാര്യമാണ്. ഫ്രണ്ട്സിന് ഇപ്പത്തെ നമ്മള് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾ ഫ്രണ്ട്സ് എനിക്കറിയാം മനസ്സിലായ ഒരു കാര്യം, സ്കൂളിങ് കുറച്ചുകൂടി നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പിള്ളേർക്ക് സ്കൂളും ഫ്രണ്ട്സൊക്കെ മിസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്കൂൾ ഇഷ്ടമില്ല. ഞങ്ങൾ ഓൾറെഡി സ്കൂൾ കഴിയുമ്പോഴേ വിശേഷം അല്ല. അപ്പൊ ഞാൻ ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്? ഫ്രണ്ട്സിന് വേണ്ടിട്ട്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണല്ലേ? അപ്പം എത്ര പഠിക്കുന്ന? ഞാൻ ഇനി 8ലേക്ക്. ഇനി 8ലേക്കാണ്. ഓക്കെ. അപ്പം ഇപ്പോ സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ഷഫ്ലിംഗ് ഉണ്ടോ? ചിലപ്പോ കിട്ടാൻ സാധ്യതയില്ല. ക്ലാസ്സിലേക്കും ചിലപ്പോ വേറെ ക്ലാസ്സിലേക്കും ഷഫ്ലിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ ഷഫ്ലിംഗ്. അതും ബെസ്റ്റ് ഫ്രണ്ട്സിന് എന്തായാലും ടീച്ചർമാർ മാറ്റി ഇങ്ങനത്തെ സ്വഭാവമൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആർക്ക് ഏത് ഫ്രണ്ട്സിനാന്ന് പറഞ്ഞില്ലല്ലോ. ഇതിൽ പെർട്ടിക്കുലർ നെയിംസ് ഉണ്ടോ ഫ്രണ്ട്സിന്? ഹിബ,
അന ഓക്കെ ബീന ഹിബ അന ബിന സുബീന സുബീന ഓക്കെ 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 എടാ 3 പേർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെക്കാം. അപ്പൊ മിസ്സയുടെ സമയത്ത് അവരുടെ വീട്ടിലും അവരെ നിങ്ങളെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും കേട്ടോ. ആ ഓക്കെ ഡാർലിംഗ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടി ബ്യൂട്ടിഫുൾ സോങ്